ഈ സ്ലൈഡ് എത്തിയപ്പോഴത്തേക്കും there's a lot to unpack here എന്നും പറഞ്ഞിട്ടാണ് ഇനി പറയാനുള്ള കാര്യങ്ങൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. PS5 Proയിൽ റേ ട്രേസിംഗ് യൂസ് ചെയ്യുന്നതിനായിട്ട് ഡേറ്റയും സിസ്റ്റം മെമ്മറിയും ജോമെട്രീനെ ഒരു മില്യൺ ട്രയാങ്കിൾസ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ജോമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജോമെട്രി പൈപ്പ്ലൈനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പകരം ജോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം സീൻ എന്നാണ് ബേസിക് ഉദ്ദേശം. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്പൈഡർമാൻ ഗെയിമിൽ നമ്മൾ കുറെ കെട്ടിടങ്ങളും അതിന്റെ ഇടയിലൂടെ പോകുന്ന ട്രാഫിക്കും കാര്യങ്ങളും അതിനെ നമുക്കൊരു ജോമെട്രി ആയിട്ട് കാണാം. അപ്പൊ മാർക്സേണി പറയുന്നത് ഡേറ്റയും അതുപോലെ തന്നെ സിസ്റ്റം മെമ്മറിയും ഈ ഒരു ജോമെട്രീനെ കുറെ ട്രയാങ്കിൾസ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ കുറെ ബിൽഡിങ്സും ട്രാഫിക്കും പോലെ തോന്നും ഗെയിമിനുള്ളിൽ, പക്ഷേ ഗെയിം എഞ്ചിൻ അതിനെ കാണുന്നത് കുറെ ട്രയാങ്കിൾസ് ആയിട്ടാണ്. കുറെ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ മില്യൺസ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. അതായത് നമ്മൾ മെട്രിക്സ് സിനിമയിൽ നമ്മുടെ നിയോ നോക്കുമ്പോഴത്തേക്കും ഫുൾ ആ ഒരു മെട്രിക്സ് ലെറ്ററിംഗിൽ കാണത്തില്ലേ, ഏകദേശം അതുപോലെയാണ് ഗെയിം എഞ്ചിൻ ഒരു സീനിനെ കാണുന്നത്. പക്ഷെ ഇവിടെ മെട്രിക്സിലത്തെ ആ പച്ച എഴുത്തിന് പകരം ഇവിടെ ഫുള്ള് ട്രയാങ്കിൾസ് ആയിട്ടാണ് ഗെയിം എഞ്ചിൻ കാണുന്നത്. അതുപോലെ തന്നെ ഗെയിം ഇന്റർസെക്ഷൻ എഞ്ചിൻ എന്നും പറഞ്ഞിട്ടൊരു സൂത്രമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സറിനുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഗെയിം ഇന്റർസെക്ഷൻ എഞ്ചിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ജോലി എന്താന്ന് വെച്ചാൽ, ഒരു സീനിൽ ഒരു റേ ഉണ്ടെന്നുണ്ടെങ്കിൽ, റേ എന്ന് പറഞ്ഞാൽ റേ ഓഫ് ലൈറ്റ് ആണ്, ഒരു സീനിൽ ഒരു റേ ഓഫ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇന്റർസെക്ഷൻ എഞ്ചിൻ, അതായത് ഓരോ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സറിന്റെ ഉള്ളിലിരിക്കുന്ന ഓരോ ഇന്റർസെക്ഷൻ എഞ്ചിൻസ് ഇത് ചെക്ക് ചെയ്യും. എന്ത്, ഈ റേ ഓഫ് ലൈറ്റ് ഈ പറഞ്ഞ മില്യൺസ് ഓഫ് ട്രയാങ്കിൾസിൽ ഏതെങ്കിലും ട്രയാങ്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഏതെങ്കിലും ട്രയാങ്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമല്ല, പകരം ഏത് ട്രയാങ്കിളിനെയാണ് ആദ്യമേ ഇന്റർസെക്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് രണ്ടാമത് ഇന്റർസെക്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ ഒരു ഇന്റർസെക്ഷൻ എഞ്ചിൻ നോക്കുന്നത്. ഇവിടെ മാർക്സേണി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, അതായത് ഒരു റേ ഓഫ് ലൈറ്റ് ഈ മില്യൺസ് ഓഫ് ട്രയാങ്കിൾസിൽ ഒരൊറ്റ ട്രയാങ്കിളിൽ ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഈ മില്യൺസ് ഓഫ് ട്രയാങ്കിൾസിലും ഇങ്ങനെ പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ബേസിക്കലി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഒരു റേ ട്രേസിംഗ് ഓപ്പറേഷൻ ഭയങ്കര ലെങ്തി ആവുക. റേ ട്രേസിംഗ് ഓപ്പറേഷൻ ലെങ്തി ആകുമ്പോഴത്തേക്കും കൂടുതൽ റിസോഴ്സസ് അത്രയും നേരം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് വേസ്റ്റേജ് ഓഫ് സിസ്റ്റം റിസോഴ്സസ് ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിനെ വെട്ടിച്ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിന്റെ അകത്ത് ഓരോ ബോക്സസ് ഉണ്ട്. അതാണ് ഈ പടത്തിൽ കാണിച്ചേക്കുന്നത്. ഇപ്പൊ ഈ പടത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ ഗെയിം സീനിൽ കാണുന്നതെന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ, ഒരു സ്ക്വയർ, ഒരു സർക്കിൾ, പിന്നെ ഒരു ക്രോസ്, ഇത്രയും സിമ്പിൾസ് ആണ് ഗെയിം സീനിൽ കാണുന്നത്. പക്ഷെ ഗെയിം എഞ്ചിൻ അതിനെ എങ്ങനെയാണ് കാണുന്നത്, ഓരോ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ടാണ് കാണുന്നത്. അത് ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ കുറച്ച് ബോക്സസ് ഈ ഡാറ്റ സ്ട്രക്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ബോക്സസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു റേ ഓഫ് ലൈറ്റ് അഥവാ റേ ട്രേസിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റേ ഓഫ് ലൈറ്റ് ഒരു സീനിലോട്ട് കടന്നു വരുമ്പോൾ ഈ ബോക്സിനുള്ളിലാണോ വീണതെന്ന് ഇന്റർസെക്ഷൻ എഞ്ചിൻ ആദ്യമേ നോക്കും. അപ്പൊ നമുക്കിവിടെ കാണാം, രണ്ട് വലിയ യെല്ലോ ബോക്സസ് ആദ്യമേ കാണിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഐറ്റംസിന്റെ ആ ഒരു ഡെൻസിറ്റി കൂടുതൽ എവിടെയാണോ അവിടെ വലിയൊരു ബോക്സ് വരയ്ക്കും സിസ്റ്റം. അതുപോലെ പല പല ബോക്സ് ആയിട്ട് സിസ്റ്റം ഇതിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ ബോക്സസിന് ഒരു ഹൈറാർക്കി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ സിസ്റ്റം ആദ്യമേ എന്താ ചെയ്യുന്നത്, രണ്ട് ബോക്സ് അങ്ങോട്ട് വരയ്ക്കും. രണ്ട് ബോക്സ് വരച്ചിട്ട് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഏരിയകൾ നോക്കിയിട്ട് സിസ്റ്റം രണ്ട് ബോക്സ് അങ്ങ് വരയ്ക്കും. ഈ രണ്ട് ബോക്സ് വരച്ച് കഴിയുമ്പോൾ സിസ്റ്റത്തിന് പിടികിട്ടും, ഇതിലത്തെ ഒരു ബോക്സിനെ ഈ പറഞ്ഞ റേ ഓഫ് ലൈറ്റ് കംപ്ലീറ്റ്ലി മിസ് ചെയ്യുവാണെന്ന് സിസ്റ്റത്തിന് മനസ്സിലാവും. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും, ആ ഒരു ബോക്സിനെ അങ്ങോട്ട് ഒമിറ്റ് ചെയ്യും. ആ ബോക്സിനെ ഒമിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി നോക്കാൻ ഒരൊറ്റ ബോക്സേ ഉള്ളൂ. ഈ ബോക്സിനുള്ളിൽ വീണ്ടും ഈ ഒരു ഹൈറാർക്കിക്ക് അനുസരിച്ച് അടുത്ത സെറ്റ് ഓഫ് ബോക്സസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. വീണ്ടും ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് സിസ്റ്റം ഇത്തരത്തിൽ ബോക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയിൽ ട്രയാങ്കിൾസ് ഇരിക്കുന്നത് ഈ സിമ്പിൾസിന്റെ മേളിലാണ്. അപ്പൊ ഓരോ സിമ്പിളിന്റെ മേളിലും ഈ സിസ്റ്റം ബോക്സ് അങ്ങോട്ട് വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് സിസ്റ്റം നോക്കും, ഇപ്പൊ വരച്ച 4 ബോക്സിൽ എവിടെയാണ് ഈ റേ ഓഫ് ലൈറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് നോക്കും. അപ്പൊ ബോക്സിന് പിടികിട്ടും, ഇതിലത്തെ ആ ക്രോസ് സൈനാണ് അല്ലെങ്കിൽ ആ ഒരു പ്ലസ് സൈനിലോട്ടാണ് ആ റേ ഓഫ് ലൈറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് സിസ്റ്റത്തിന് മനസ്സിലാവും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ബോക്സിലോട്ടാണ് ഈ റേ ഓഫ് ലൈറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും, മിച്ചമുള്ള 3 ബോക്സസ് അങ്ങോട്ട് ഒമിറ്റ് ചെയ്ത് കളയും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ബോക്സ് സിസ്റ്റം ഇതുപോലെ ഒമിറ്റ് ചെയ്യുമ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത്, ഇൻ എഫക്ട് അവിടെ ചെയ്യേണ്ടിയിരുന്ന കാൽക്കുലേഷൻസ് സിസ്റ്റം കുറച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്ന് നോക്കിയേ, ഇവിടെ ഈ ബോക്സസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഓരോ മില്യൺ ട്രയാങ്കിൾസിലത്തെ ഓരോ ട്രയാങ്കിളും പോയിട്ട് സിസ്റ്റം ചെക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെയോ, ഇവിടെ ഓരോ ബോക്സസിനെ ഒമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ബോക്സസിലോട്ട് സിസ്റ്റം ട്രാക്ക് ചെയ്ത് അതും ഹൈറാർക്കിക്ക് അനുസരിച്ചിട്ട് ആദ്യമേ വലിയ ബോക്സ് നോക്കും, അതിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനുള്ളിലത്തെ ഏറ്റവും ഡെൻസിറ്റി ഉള്ള ട്രയാങ്കിൾസിന്റെ ഏരിയകൾ വീണ്ടും ബോക്സ് വരയ്ക്കും. അതിലേതിലാണ് മുട്ടുന്നതെന്ന് നോക്കും, വീണ്ടും ഹൈറാർക്കിക്ക് അനുസരിച്ചിട്ട് അതിനുള്ളിൽ ബോക്സുകൾ വരയ്ക്കും. അപ്പൊ നമുക്കിവിടെ കാണാം, ഇവിടെ ആ ഒരു പ്ലസ് സൈനിലോട്ട് ആണ് റേ ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് സിസ്റ്റത്തിന് പിടികിട്ടും. അപ്പൊ വീണ്ടും സിസ്റ്റം എന്ത് ചെയ്യും, അവിടെ വീണ്ടും സിസ്റ്റം ബോക്സസിനെ വരയ്ക്കാൻ തുടങ്ങും. അപ്പൊ അതിനെ വീണ്ടും ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് 4 ബോക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ ഏത് ബോക്സിലാണ് റേ ഇന്റർസെക്ട് ചെയ്യുന്നത് വീണ്ടും സിസ്റ്റം നോക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഹൈറാർക്കിക്ക് അനുസരിച്ചിട്ട്. അതായത് ആദ്യമേ ഏറ്റവും
വലിയ ബോക്സ്, അതിനുള്ളിൽ ബോക്സുകൾ വെച്ചിട്ട് അതിൽ ഏത് ബോക്സിലാണ് വീഴുന്നതെന്ന് നോക്കും, എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഏത് ചെറിയ ബോക്സ് ആണ്, അങ്ങനെ നോക്കി വന്ന് ആ ഹൈറാർക്കി അനുസരിച്ചിട്ട് ഓരോ ബോക്സിലേക്ക് ഇറങ്ങി ചെന്ന് അവസാനം ഏത് ട്രയാങ്കിളിലാണ് ഇത് ഹിറ്റ് ചെയ്യുന്നത്, അതായത് ഈ റേ ഓഫ് ലൈറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് ഈ വർക്ക് ഗ്രൂപ്പ് പ്രോസസറിന്റെ ഉള്ളിലുള്ള ഇന്റർസെക്ഷൻ എഞ്ചിൻ നോക്കും. ഇവിടെ നമ്മളിപ്പം ഈ ബോക്സസും ട്രയാങ്കിൾസും എക്സ്പ്ലെയിൻ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഈ ബോക്സസിന്റെയും ട്രയാങ്കിൾസിന്റെയും കാൽക്കുലേഷന് ഒരുമിച്ച് പറയുന്ന പേരാണ് ആക്സിലറേഷൻ സ്ട്രക്ചർ. അതായത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടായിരുന്നു, ഇവിടെ കണ്ടില്ലേ ന്യൂ ആക്സിലറേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ആ ഒരു ആക്സിലറേഷൻ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പുള്ളി ഈ സ്ലൈഡിൽ ഈ ബോക്സസും ട്രയാങ്കിൾസും എക്സ്പ്ലെയിൻ ചെയ്തത്. ബേസ് PS5 BVH4 എന്ന ഒരു ആക്സിലറേഷൻ സ്ട്രക്ചർ ആയിരുന്നു റേ ട്രേസിംഗിനായിട്ട് ഇവർ യൂസ് ചെയ്തത്. ഇവിടെ BVHന്റെ ഫുൾ ഫോം, അതായത് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണാൻ സാധിക്കും, ഇവിടെ BVH8 ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് PS5 പ്രോയിനാണ്. ബേസ് PS5 BVH4 ആയിരുന്നു. BVH4ന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബൗണ്ടിങ് വോളിയം ഹൈറാർക്കി എന്നാണ്. ബേസിക്കലി സംഭവം ഒന്നുമില്ല, ഈ ഒരു ബോക്സസിന്റെ ഹൈറാർക്കിനെ പറയുന്നതാണ് ബൗണ്ടിങ് വോളിയം ഹൈറാർക്കി. അപ്പം ബേസ് PS5 4 ബോക്സസ് ആയിരുന്നു അറ്റ് എ ടൈം സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം അറ്റ് എ ടൈം വരച്ചുകൊണ്ടിരുന്നത്. പക്ഷേ PS5 പ്രോയിലോട്ട് വന്നപ്പോഴത്തേക്കും BVH8 ഇവര് യൂസ് ചെയ്തു. അതായത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ സ്ട്രക്ചർ ഇവർ യൂസ് ചെയ്തു. അതായത് അറ്റ് എ ടൈം 8 ബോക്സ് വരെ എന്നാണ് പുള്ളി പറയുന്നത്. അതായത് 8 ബോക്സ് വരെ സിസ്റ്റം ഡ്രോ ചെയ്യും. സിസ്റ്റം ഡ്രോ ചെയ്യുന്നത് മാത്രമല്ല 8 ബോക്സസിൽ ഇന്റർസെക്ഷൻ ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ ബേസ് PS5 4 ബോക്സസ് ആയിരുന്നു, അപ് ടു 4 ബോക്സസ് ആയിരുന്നു അറ്റ് എ ടൈം ചെക്ക് ചെയ്യുന്നത്. PS5 പ്രോയിൽ അപ് ടു 8 ബോക്സസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇതിപ്പോ ബേസ് PS5 ആയിരുന്നെങ്കിൽ ആദ്യമേ ബേസ് PS5 2 ബോക്സ് വരയ്ക്കും. PS5 പ്രോ ആയിരുന്നെങ്കിലും 2 ബോക്സ് വരയ്ക്കും. കാരണം എന്നാ, അപ് ടു 4 അല്ലെങ്കിൽ അപ് ടു 8 എന്നാണ്. അപ്പോൾ ആദ്യമേ ട്രയാങ്കിൾസിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് 2 വലിയ ബോക്സ് ബേസ് PS5 PS5 പ്രോയിലും വരയ്ക്കും. രണ്ടാമത്തെ, അതായത് ആദ്യത്തെ ആ ഒരു ബോക്സ് ഒമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റത്തിന് പിടികിട്ടും രണ്ടാമത്തെ ബോക്സിനുള്ളിലാണല്ലോ റേ വരുന്നത്. രണ്ടാമത്തെ ബോക്സ് എന്ന് പറയുന്നത് വേണ്ട ഈ ഒരു ബോക്സ്. അപ്പൊ ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ റേ വീഴുന്ന സിസ്റ്റം മനസ്സിലാക്കി കഴിയുമ്പോൾ ബേസ് PS5 അടുത്തത് 4 ബോക്സ് ആയിരിക്കും ബേസ് PS5 വരയ്ക്കുന്നത്. പക്ഷേ PS5 പ്രോയിൽ എന്താ ചെയ്യുന്നത്, അപ് ടു 8 ബോക്സസ്, അതായത് 1, 2, 3, 4 ഈ 4 ബോക്സസ് വരയ്ക്കും. അപ്പം സിസ്റ്റത്തിന് പിടികിട്ടും ഈ ബോക്സിലാണെന്ന് പിടികിട്ടുന്നതിന് മുന്നേ തന്നെ സിസ്റ്റം അടുത്ത 4 ബോക്സും കൂടെ ഇവിടെ വരയ്ക്കും. അതായത് അറ്റ് എ ടൈം 8 ബോക്സ് സിസ്റ്റം ഇന്റർസെക്ഷൻ ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ബേസ് PS5 അപേക്ഷിച്ചിട്ട് PS5 പ്രോയിൽ ഈ ഒരു റേ ട്രേസിംഗ് പെർഫോമൻസ് ഓൾമോസ്റ്റ് ഡബിൾ ആവുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു ആക്സിലറേഷൻ സ്ട്രക്ചർ കാൽക്കുലേഷൻ ഡബിൾ ആവുക. അപ്പം മാർക്ക് സെർണി പറഞ്ഞത് ചില കേസസിൽ ഈവൻ ട്രിപ്പിൾ ദ സ്പീഡ്സ് വരെ പോസിബിൾ ആണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അത്തരത്തില് ഡബിളും ട്രിപ്പിളും പെർഫോമൻസ് PS5 പ്രോയിൽ കിട്ടി തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ അല്ലെങ്കിൽ തിയററ്റിക്കലി ആണ് ഈ ഒരു പെർഫോമൻസ് ഗെയിൻസ് ഇവർക്ക് കിട്ടുന്നത്. പക്ഷേ റിയൽ വേൾഡ് പെർഫോമൻസിൽ ഇവർ ടെസ്റ്റ് ചെയ്തപ്പം പുതിയൊരു പ്രശ്നം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പുതിയൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഇവിടെ പറഞ്ഞ സ്റ്റാക്ക് മാനേജ്മെന്റ് ഇൻ ഹാർഡ്വെയർ എന്നുള്ള ഫീച്ചർ ഇവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ എന്താണ് ഈ പുതിയ പ്രശ്നം? പുതിയ പ്രശ്നത്തിനെ ഇവർ വിളിക്കുന്ന പേരാണ് ഡൈവേർജൻസ്. ഡൈവേർജൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് അടുത്ത സ്ലൈഡുകളും കൂടെ പെട്ടെന്നൊന്ന് പോയി നോക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞ BVH4, അതായത് ബൗണ്ടിങ് വോളിയം ഹൈറാർക്കി ഓഫ് ബോക്സസ്. അപ്പം ഇവിടെ BVH4 4 ബോക്സിന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം ബേസ് PS5 BVH4 ആർക്കിടെക്ചർ സ്ട്രക്ചർ ആയിരുന്നു. PS5 പ്രോയിൽ വന്നപ്പം അത് BVH8 ആക്സിലറേഷൻ സ്ട്രക്ചറായി. അതായത് ബേസ് PS5 4 ബോക്സും PS5 പ്രോയിൽ 8 ബോക്സും. പിന്നെ ഇന്റർസെക്ഷൻ എഞ്ചിൻ എങ്ങനെയാണ് ഇതിൽ ബേസ് PS5 ചെയ്യുന്നത്? ബേസ് PS5 ഒരു റേ വരുമ്പം അതിനെ 4 ബോക്സസിനെതിരെ ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ PS5 പ്രോയിൽ 1 റേ വേഴ്സസ് 8 ബോക്സസ്. അപ്പൊ അതിനെ വേറൊരു ട്രയാങ്കിൾസിന്റെ വാല്യൂസിൽ ആ കണക്ക് പറയുമ്പം 1 റേ ഈസ് ചെക്ക്ഡ് അഗെയിൻസ്റ്റ് 1 ട്രയാങ്കിൾ എന്നാണ് പറയുന്നത് ബേസ് PS5. അത് PS5 പ്രോയിൽ വരുമ്പം അറ്റ് എ ടൈം 1 ray is tested against 2 triangles. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാക്ക് മാനേജ്മെന്റ് ഫീച്ചർ കൊണ്ടുവരാനുള്ള പ്രശ്നത്തിന്റെ പേര് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ്. ഡൈവേർജൻസ് എന്താണെന്ന് പറയാനായിട്ട് നമ്മൾ SIMD32 എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു സ്ലൈഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു SIMD ഞാൻ വരുന്ന സ്ലൈഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. ആ SIMD നേരത്തെ നമ്മൾ പറഞ്ഞത് ഇവിടെയാണ്. ഇവിടെ കണ്ടോ, അതായത് ടെറാഫ്ലോപ്സ് കാൽക്കുലേഷൻ നമ്മൾ SIMD യൂസ് ചെയ്ത്. അപ്പോൾ ഇവിടെ കാണാം 18 വർക്ക് ഗ്രൂപ്പ് പ്രോസസേഴ്സ് ഇൻറ്റു 4 SIMD ഇൻറ്റു 64 ഫ്ലോപ്സ്. അപ്പോൾ ആ ഒരു SIMD എന്താണെന്നുള്ളതാണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനെ മാർക്ക് സെർണി തന്നെ വിളിക്കുന്നത് SIMD32 എന്നാണ്. SIMDയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡേറ്റ. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഒറ്റ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡേറ്റയുണ്ട്. അപ്പം കുറെ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒറ്റ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അതാണ് SIMD32. അപ്പോൾ ഈ 32 എന്ന് പറയുന്നത് എന്താ? 32 ഐറ്റംസിനെ അറ്റ് എ ടൈം സിസ്റ്റം നോക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഞാൻ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി വർക്ക് ഗ്രൂപ്പ് പ്രോസസേഴ്സ് ആണ്. അപ്പോൾ വർക്ക് ഗ്രൂപ്പ് പ്രോസസേഴ്സ് എന്തായിരുന്നു? GPUവിന്റെ സബ് യൂണിറ്റ്സ് ആണ് വർക്ക് ഗ്രൂപ്പ് പ്രോസസേഴ്സ്. ഓരോ വർക്ക് ഗ്രൂപ്പും അറ്റ് എ ടൈം ചിലപ്പം 16 ആയിരിക്കും, ചിലപ്പോൾ 32 ആയിരിക്കും, ചിലപ്പം 64 ആയിരിക്കും. എന്ത് ഐറ്റംസ് അറ്റ് വൺസ്. അതായത് 16 ഐറ്റംസിനെ ചിലപ്പോൾ ഇത് ഒന്നിച്ച് പ്രോസസ് ചെയ്യും, അല്ലെങ്കിൽ 32 ഐറ്റംസിനെ ഒന്നിച്ച് പ്രോസസ് ചെയ്യും, അല്ലെങ്കിൽ 64 ഐറ്റംസിനെ ഒന്നിച്ച് പ്രോസസ് ചെയ്യും. PS5 പ്രോയില് വർക്ക് ഗ്രൂപ്പ് പ്രോസസേഴ്സ് യൂഷ്വലി 32 ഐറ്റംസിനെയാണ് അറ്റ് എ ടൈം
പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ 32 ഐറ്റംസ് എന്ന് പറയുമ്പം ഈ ഐറ്റംസ് എന്ത് വേണേലും ആവാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പം പിക്സൽസ് ആവാം, ചിലപ്പം റേസ് ആവാം, അതായത് റേ ട്രേസിങ്ങിന് ഉപയോഗിക്കുന്ന റേസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പം ടെക്സ്റ്റേഴ്സ് ആവാം, ചിലപ്പം ലൈറ്റിംഗ് ഇൻഫർമേഷൻ ആവാം. പക്ഷേ അങ്ങനത്തെ 32 എണ്ണം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ SIMD32 എന്ന് പറഞ്ഞാൽ സെയിം ഓപ്പറേഷൻ ഈസ് ബീങ് പെർഫോംഡ് ഓൺ ഓൾ 32 ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പം 32 റേസ് ഉണ്ടെങ്കിൽ 32 റേസിലും സെയിം ഒരു കാൽക്കുലേഷൻ അങ്ങോട്ട് ചെയ്യും. 32 പിക്സൽസ് ഉണ്ടെങ്കിൽ 32 പിക്സൽസിലേട്ടും സെയിം ഓപ്പറേഷൻ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ബോക്സസിന്റെയും ട്രയാങ്കിൾസിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ റേ ട്രേസിംഗ് കാൽക്കുലേഷന് യൂസ് ചെയ്ത റേ ഓഫ് ലൈറ്റ് ഒരു ട്രയാങ്കിളിൽ ഇന്റർസെക്ട് ചെയ്തു എന്ന് വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി ആ ഒരു ട്രയാങ്കിളിനെ സിസ്റ്റം ഇങ്ങ് മെമ്മറിയിലോട്ട് എടുത്തു. മെമ്മറിയിൽ ഇരുത്തി ഷെയ്ഡർ പ്രോഗ്രാമുമായിട്ട് കമ്പൈൻ ചെയ്ത് വായിച്ച് നോക്കിയപ്പോൾ സിസ്റ്റത്തിന് പിടികിട്ടി ഈ ട്രയാങ്കിളിൽ 32 ഓപ്പറേഷൻസ് ചെയ്യണം. ഈ 32 ഓപ്പറേഷൻസ് ഏതാ ചെയ്യുന്നത്? അപ്പൊ ആദ്യത്തെ ലെവൽ എന്താ കാണുന്നത്? ടെക്സ്ചർ റീഡർ, അതായത് ഈ 32 പീസ്, അതായത് ആ ട്രയാങ്കിളിനെ 32 പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ 32 പിക്സൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് അതിലോട്ട് സൺലൈറ്റ് വരുന്നതാണ് സീൻ എന്ന് ഓർക്കുക. അപ്പം സൺലൈറ്റിനെ കാണിക്കാനായിട്ട് സൺലൈറ്റിന്റെ ആവശ്യമായിട്ടുള്ള ടെക്സ്ചേഴ്സ് ഈ ഒരു ട്രയാങ്കിളിലോട്ട് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ 32 പിക്സലുകളിലേക്കും ആ സൺലൈറ്റിന്റെ ടെക്സ്ചർ അങ്ങോട്ട് സിസ്റ്റം അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ലെവലിൽ ആ സൺലൈറ്റിന്റെ ടെക്സ്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ലൈറ്റിംഗ് കാൽക്കുലേഷൻ സിസ്റ്റം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതായത് ഈ 32 പിക്സലിലോട്ടും ലൈറ്റിംഗിന്റെ കാൽക്കുലേഷൻസ് സിസ്റ്റം അപ്ലൈ ചെയ്യും. അപ്പോൾ ലൈറ്റിംഗിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലയിടത്ത് ലൈറ്റിംഗിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും, ചിലയിടത്ത് ഇന്റൻസിറ്റി കുറവായിരിക്കും. പക്ഷേ സിസ്റ്റം മനസ്സിലാക്കുവാണ് ഈ 32 സെയിം ട്രയാങ്കിളിലോട്ട് ഒറ്റയടിക്ക് ഒരേ രീതിയിലാണ് ലൈറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് സെയിം ലൈറ്റിംഗ് കാൽക്കുലേഷൻ ആണ് സിസ്റ്റം ഈ 32 പിക്സലിലോട്ടും അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കിയേ, സെയിം ടെക്സ്ചർ റീഡ് ചെയ്തു, അതുപോലെ സെയിം ലൈറ്റിംഗ് അപ്ലൈ ചെയ്തു 32 പിക്സലുകളിലേക്ക്. അപ്പം സെയിം ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ ഓൾ 32 ഐറ്റംസ്. അപ്പോൾ ഇതിനെ വിളിക്കുന്നതാണ് കോഹിറന്റ് പ്രോസസ്സിംഗ് എന്ന്. ഇനി നിങ്ങൾ വേറൊരു എക്സാമ്പിൾ ഓർത്ത് നോക്കിയേ. അറ്റ് എ ടൈം 2 ലൈറ്റ് സോഴ്സസിൽ നിന്ന് ഒരു ട്രയാങ്കിളിലേക്ക് ലൈറ്റ് ഇന്റർസെക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും 2 സെറ്റ് ഓഫ് ടെക്സ്ചേഴ്സ് റീഡ് ചെയ്യണം ആ ട്രയാങ്കിളിലോട്ട്. അതുപോലെ തന്നെ 2 സെറ്റ് ഓഫ് ലൈറ്റിംഗ് കാൽക്കുലേഷനും ആ ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രയാങ്കിളിൽ നമ്മൾ ആദ്യമേ 32 പിക്സൽസ് ആയിട്ട് സിസ്റ്റം കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ പിക്സലും എടുത്ത് നോക്കും. അപ്പൊ സിസ്റ്റം നോക്കുമ്പോൾ തന്നെ നേരത്തെ ഒറ്റ ഒരു ടെക്സ്ചർ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു 32 പിക്സലിലോട്ടും. ഇപ്രാവശ്യം പക്ഷേ അത് പറ്റത്തില്ല. അപ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാകും 2 സെറ്റ് ഓഫ് ടെക്സ്ചേഴ്സ് ഈ 32 പിക്സലിലോട്ട് അപ്ലൈ ചെയ്യണമെന്ന്. അതായത് ചില പിക്സൽസിന് ഒരു ലൈറ്റിംഗ് കാൽക്കുലേഷൻ, വേറെ സെറ്റ് ഓഫ് പിക്സൽസിന് വേറൊരു ലൈറ്റിംഗ് കാൽക്കുലേഷൻ. അപ്പോൾ 2 സെറ്റ് ഓഫ് ടെക്സ്ചേഴ്സും 2 സെറ്റ് ഓഫ് ലൈറ്റിംഗ് കാൽക്കുലേഷനും അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പം സിസ്റ്റത്തിന് ഈ ഒരു പ്രോസസ്സിംഗ് അവിടെ സ്ലോ ഡൗൺ ആവും. ഇത്തരത്തിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ 2 ലൈറ്റ് സോഴ്സിന് പകരം ചിലപ്പം 3, 4, 5 ലൈറ്റ് സോഴ്സ്, അതുപോലെ തന്നെ വേറെ ടെക്സ്ചേഴ്സ്, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്സ്ചേഴ്സ് ഓരോ പിക്സലിലും അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ. അതായത് 32 ഐറ്റംസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 32 പിക്സൽസ് എടുക്കുമ്പോൾ 32 പിക്സൽസിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ ഇനി 32 പിക്സൽസ് എടുക്കുന്നതിന് പകരം 32 റേസ് ഓഫ് ലൈറ്റ് ആണ് സിസ്റ്റം എടുക്കുന്നത്. അപ്പം ഓരോ റേക്കും ഓരോ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ഭയങ്കരമായിട്ട് സിസ്റ്റത്തിനെ സ്ലോ ആക്കും, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കാൽക്കുലേഷൻസിനെ സ്ലോ ആക്കും. അപ്പോൾ ഇവിടെയാണ് ഇവര് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഫീച്ചർ, അതായത് സ്റ്റാക്ക് മാനേജ്മെന്റ് ഇൻ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ടുവന്നത്. ഇവിടെ ഓരോ പിക്സലിലും പല രീതിയിലുള്ള പ്രോസസ്സിംഗ് ആവശ്യമായി വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജന്റ് പ്രോസസ്സിംഗ്, അല്ലെങ്കിൽ ഡൈവേർജൻസ് എന്ന് പറയുന്ന ആ ഒരു എഫക്ട് അതാണ്. അതായത് സെയിം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഒന്നിച്ച് കൊടുക്കുമ്പോൾ അതിനെ കോഹറന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സെറ്റ് ഓഫ് പ്രോസസ്സിംഗ് ഈ പറഞ്ഞ 32 ഐറ്റംസിൽ ചെയ്യുമ്പോൾ അതിനെ ഡൈവേർജന്റ് പ്രോസസ്സിംഗ് അഥവാ ഡൈവേർജൻസ് എന്ന് പറയുന്നു. അടുത്ത സ്ലൈഡിൽ ഇതിന്റെ എക്സാമ്പിൾ പുള്ളി കാണിക്കുന്നുണ്ട്. അതായത് മേളിലത്തെ ആ ഒരു ആരോ നോക്കിയേ, മോസ്റ്റ് കോഹറന്റിൽ നിന്ന് മോസ്റ്റ് ഡൈവേർജന്റിലോട്ടാണ് ആരോ പോകുന്നത്. ഒരൊറ്റ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഷാഡോ, അതായത് മൂണിന്റെ ഒരു ലൈറ്റ് ഭൂമിയിൽ വീഴുന്ന പോലെ നിങ്ങൾ ആദ്യത്തെ പടം ഒന്ന് നോക്കിയേ. റേ ഓഫ് ലൈറ്റ് ഒറ്റ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നേരെ ഭൂമിയിലോട്ട് പതിക്കുക. അതുകൊണ്ട് അവിടെ നമുക്ക് കോഹറന്റ് പ്രോസസ്സിംഗ് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പം റിഫ്ലക്ഷൻസിന്റെ കാര്യം ഓർത്ത് നോക്കിയേ. റിഫ്ലക്ഷനിൽ ഒരു ഫ്ലാറ്റ് സർഫസിൽ ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് കോഹറന്റ് പ്രോസസ്സിംഗേ ഉള്ളൂ. കാരണം ഒരു ഒറ്റ സ്ട്രെയിറ്റ് ആംഗിളിൽ ലൈറ്റ് വന്ന് വീഴുന്നു, സ്ട്രെയിറ്റ് ആംഗിളിൽ തന്നെ ലൈറ്റ് റിഫ്ലക്ട് ആയിട്ട് പോകുന്നു. അതേസമയം ഒരു കേർഡ് സർഫസിലോ അല്ലെങ്കിൽ കുറച്ച് ബമ്പി ആയിട്ടുള്ള ഒരു സർഫസിലോ ലൈറ്റ് റേ വന്ന് ഹിറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? നമുക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ കിട്ടത്തില്ല. പല റേസ് ഓഫ് ലൈറ്റും റിഫ്ലക്ട് ആയി കഴിഞ്ഞിട്ട് പല ദിശകളിലേക്ക് പല സ്പീഡുകളിലായിരിക്കും സഞ്ചരിക്കുന്നതും പോകുന്നതും. അപ്പം അവിടെ ഡൈവേർജന്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് സിസ്റ്റത്തിന് ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോഹറന്റ് പ്രോസസ്സിംഗ് ചെയ്യാൻ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ എളുപ്പമാണ്. പക്ഷെ ഡൈവേർജന്റ് പ്രോസസ്സിംഗ് വരുമ്പോൾ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് നന്നായിട്ട് കഷ്ടപ്പെടും. അപ്പൊ ഇതിന് വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബേസ് PS5 ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് മാനേജ്മെന്റ് ഇവർ കൊണ്ടുവന്നു. സ്റ്റാക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ 32 ഐറ്റംസിനെ ഒന്നിച്ച് ഒരു സ്റ്റാക്ക് ആയിട്ട് കാണുന്നു. അതിനെ മാനേജ് ചെയ്യുന്നതിനാണ് സ്റ്റാക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബേസ് PS5 ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഡർ കോഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റാക്ക് മാനേജ്മെന്റിനായിട്ട് ഇവർ എഴുതി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഷെയ്ഡർ കോഡ് എന്താ ചെയ്യുന്നത്?
ഷെയ്ഡർ കോഡ് സ്റ്റാക്കുകളെ മാനേജ് ചെയ്യും. അതായത് ഇത്രയും ഐറ്റംസിനെ നമുക്ക് ഒരു സ്റ്റാക്കായിട്ട് എടുക്കാം, അതിൽ ഇത്രയും ഐറ്റംസിന് ഇന്ന പ്രോസസ്സിംഗ്, ഇത്രയും ഐറ്റംസിന് ഇന്ന രീതിയിൽ വേറെ പ്രോസസ്സിംഗ്, അങ്ങനെ പറഞ്ഞ് ഷെയ്ഡർ കോഡ് അതിനായിട്ട് എഴുതി ഉണ്ടാക്കി. ഈ ഒരു ഷെയ്ഡർ കോഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇത് എഴുതി ഉണ്ടാക്കലും നല്ല ചടങ്ങായിരുന്നു ഇവർക്ക്. അത് മാത്രമല്ല ഗെയിം എഞ്ചിൻ വന്നിട്ട് ഈ ഷെയ്ഡർ കോഡ് റീഡ് ചെയ്ത് അതിനനുസരിച്ച് റെൻഡർ ചെയ്തെടുക്കാനും നല്ല കാലതാമസമുണ്ട്. PS5 പ്രോയിൽ വന്നപ്പം ഇവരെന്ത് ചെയ്തു, ഈ ഒരു സ്റ്റാക്ക് മാനേജ്മെന്റ് ഇവർ ഹാർഡ്വെയറിലോട്ടാക്കി. അതായത് ബേസ് PS5 ഷെയ്ഡർ കോഡ് എഴുതി ഉണ്ടാക്കി, പക്ഷേ PS5 പ്രോയിൽ വന്നപ്പോഴത്തേക്കും അത് ഇവർ ഹാർഡ്വെയറിലോട്ട് സ്റ്റാക്ക് മാനേജ്മെന്റ് മാറ്റി. മൊത്തത്തിൽ മാറ്റിയില്ല, എന്നാലും മജോറിറ്റി ഓഫ് ദ സ്റ്റാക്ക് മാനേജ്മെന്റ് ഈസ് ഡൺ ബൈ ദ ഹാർഡ്വെയർ. എവിടെ? PS5 പ്രോയിൽ. അപ്പൊ അതിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഷെയ്ഡർ പ്രോഗ്രാം അല്ലെങ്കിൽ ഷെയ്ഡർ കോഡിന് കുറച്ച് സ്റ്റാക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്നാലും എവിടെ? PS5 പ്രോയിൽ. പക്ഷേ ബേസ് PS5നെ അപേക്ഷിച്ചിട്ട് വളരെ കുറവ് സ്റ്റാക്ക് മാനേജ് ചെയ്താൽ മതി. കാരണം മജോറിറ്റി ഓഫ് ദ സ്റ്റാക്ക് മാനേജ് ചെയ്യുന്ന എവിടെയാണ്? ഹാർഡ്വെയറിലാണ്, PS5 പ്രോയിൽ. അതുപോലെ തന്നെ PS5 പ്രോയിലത്തെ ഷെയ്ഡർ കോഡ് മാത്രം നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ചെറുതാണ് അല്ലെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗെയിം എഞ്ചിന് ഷെയ്ഡർ കോഡിൽ നിന്ന് തന്നെ വായിക്കണം നിർബന്ധം പിടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും സ്റ്റാക്ക് മാനേജ് ചെയ്യുന്നത് ഈ ഷെയ്ഡർ കോഡിലാണെന്ന് പറഞ്ഞല്ലോ, അപ്പം ഗെയിം എഞ്ചിൻ വന്നിട്ട് ആ ഒരു ഷെയ്ഡർ കോഡ് വന്ന് വായിച്ചു നോക്കുമ്പോൾ ബേസ് PS5നെ അപേക്ഷിച്ചിട്ട് വളരെ ചെറുതാണ് PS5 പ്രോയിലുള്ള ഷെയ്ഡർ കോഡ്. അതുകൊണ്ട് തന്നെ ആ ഒരു റെൻഡറിങ്ങും ഭയങ്കര സ്പെഡപ്പ് ആവും. ഹാർഡ്വെയർ തന്നെ കുറേയൊക്കെ സ്റ്റാക്ക് മാനേജ് ചെയ്ത് തരും. കൂടാതെ തന്നെ ഷെയ്ഡർ കോഡോ വളരെ ചെറിയ ഷെയ്ഡർ കോഡാണ്. അതും ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് സ്റ്റാക്കേ മാനേജ് ചെയ്യത്തുള്ളൂ. ആ മാനേജ് ചെയ്യുന്ന സ്റ്റാക്ക് പെട്ടെന്ന് റെൻഡർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈവേർജൻസ് ഇവിടെ ഭയങ്കരമായിട്ട് മിനിമൈസ്ഡ് ആവും. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൈവേർജന്റ് കേസസ് മിക്കതും തന്നെ ഹാർഡ്വെയറിലോട്ടായിരിക്കും അതിന്റെ സ്റ്റാക്ക് മാനേജ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഡൈവേർജന്റ് കേസസ് പറയുവാണ് എനിക്ക് സോഫ്റ്റ്വെയർ തന്നെ എൻ്റെ ഡൈവേർജന്റ് കാൽക്കുലേഷൻ നോക്കണമെന്ന് പറഞ്ഞു വന്നാൽ തന്നെ ഇവിടുത്തെ ഷെയ്ഡർ കോഡ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഈവൻ ഡൈവേർജന്റ് കേസസ് വരെ വളരെ കുറച്ചേ ഹാൻഡിൽ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെൻഡർ ചെയ്ത് കിട്ടും. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് തന്നെ ഗെയിം ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് ഇനി മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഷെയ്ഡർ കോഡ് എഴുതി ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ സ്പൈഡർമാൻ 2 ഗെയിമിന്റെ കാര്യം പറയുവാണെങ്കിൽ അവർക്ക് ബേസ് PS5ന് വേണ്ടിയിട്ട് അവർ ഷെയ്ഡർ കോഡ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏത്? റേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അതിൽ കോഹറന്റ് റേസും ഉണ്ടാവും, ഡൈവേർജന്റ് റേസും ഉണ്ടാവും. പക്ഷേ PS5 പ്രോയിലോട്ട് വന്നപ്പോൾ അവർ നോക്കിയപ്പം ഇവിടുത്തെ ഷെയ്ഡർ കോഡിന് വ്യത്യാസമുണ്ട്. കാരണം എന്നാ? ഇവിടുത്തെ ഷെയ്ഡർ കോഡ് ബേസ് PS5ത്തെ പോലെ എല്ലാ റെയിനെയും പിടിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. പകരം വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി ഫുൾ സ്റ്റാക്ക് മാനേജ്മെന്റ് ഹാർഡ്വെയറാണ് ചെയ്യുന്നത്. PS5 പ്രോയിന് വേണ്ടിയിട്ടുള്ള ഷെയ്ഡർ കോഡ്, പ്രത്യേകിച്ച് റേ ട്രേസിംഗിന് വേണ്ടിയിട്ടുള്ള ഷെയ്ഡർ കോഡ് ഇവിടെ ഡെവലപ്പേഴ്സിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യണം. പക്ഷേ അവർക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ബേസ് PS5നെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഒരു കോഡ് PS5 പ്രോയിന് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, ശരിക്കും നമ്മൾ ഓർക്കും പ്രോ വെർഷൻ വരുമ്പോൾ കൂടുതൽ നീട്ടിപ്പിടിച്ചിട്ടുള്ള കോഡാണ് ആവശ്യം. അല്ല, അതിന് നേരെ വിപരീതമാണ് ഇവിടെ വരുന്നത്. ബേസിക്കലി PS5 പ്രോയിന് ബേസ് PS5നെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ ചെറിയ ഷെയ്ഡർ കോഡ് എഴുതി ഉണ്ടാക്കിയാൽ മതി. എന്തിന്? റേ ട്രേസിംഗ് അഥവാ സ്റ്റാക്ക് മാനേജ്മെന്റിനായിട്ട്. ഈ പറഞ്ഞതുപോലെ സ്പൈഡർമാൻ 2 നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ സ്പൈഡർമാൻ 2ന്റെ ഡെവലപ്പേഴ്സ് എന്താ ചെയ്യുന്നത്? ബേസ് PS5ന് വേണ്ടിയിട്ട് ഒരു ലോങ്ങർ ഷെയ്ഡർ കോഡ്, PS5 പ്രോയിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ടർ ഷെയ്ഡർ കോഡ്. ഈ ഒരു ഷെയ്ഡർ കോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് റേ ട്രേസിംഗിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഷെയ്ഡർ കോഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കി നമ്മൾ ഷെയ്ഡർ കോഡ്സ് എടുത്താൽ ഞാൻ പറഞ്ഞല്ലോ 100,000s ഓഫ് ഷെയ്ഡർ കോഡ്സ് ഉണ്ട് ഒരു ഗെയിമിനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ. പക്ഷേ റേ ട്രേസിംഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റേ ട്രേസിംഗിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെയ്ഡർ കോഡ് നമ്മൾ നോക്കുമ്പം അതാണ് 2 വേർഷൻസ് ആവശ്യമായിട്ട് വരുന്നത്. അല്ലാതെ ഫുൾ കോഡുകൾ 2 വേർഷൻ ആവശ്യമില്ല. ഷെയ്ഡർ കോഡ് മാത്രമേ 2 വേർഷൻ ആവശ്യമുള്ളൂ. അപ്പം അതിൽ തന്നെ ബേസ് PS5ന് നീട്ടിപ്പിടിച്ച ഒരു ഷെയ്ഡർ കോഡും PS5 പ്രോയിന് വളരെ ചെറിയ ഒരു ഷെയ്ഡർ കോഡും. ഇത്തരത്തിൽ വരുന്ന ഷെയ്ഡർ കോഡ്സ് മിക്കവാറും പാച്ച് ചെയ്യാനായിട്ട് ഗെയിംസിന് ഓരോ അപ്ഡേറ്റഡ് പാച്ചസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യാൻ ഡെവലപ്പേഴ്സിന് ഭയങ്കര എളുപ്പമാണ്. കാരണം ചെറിയൊരു കോഡ് അങ്ങ് എഴുതി വിട്ടാൽ മതി, ഒരു ട്വീക്ക് ചെയ്ത ചെറിയൊരു കോഡ്. നമ്മൾ PS5 പ്രോയിന്റെ റിവ്യൂസ് യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ മിക്ക റിവ്യൂവേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് റേ ട്രേസിംഗ് ഇതിൽ ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഈ പറയുന്ന വലിയൊരു മെച്ചം കാണുന്നില്ലെന്ന് മിക്ക റിവ്യൂവേഴ്സും പറയാറുണ്ട് പൊതുവെ അവരുടെ റിവ്യൂ വീഡിയോസിൽ, PS5 പ്രോയിന്റെ റിവ്യൂ വീഡിയോസിൽ. പക്ഷേ ഇവിടെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും PS5 പ്രോയിൽ കിടപ്പുണ്ട് നല്ല രീതിയിൽ റേ ട്രേസിംഗ് തരാനുള്ള, ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് തരാനുള്ളത്. പക്ഷെ എന്താ പ്രശ്നം? ഡെവലപ്പേഴ്സ് അതിനാവശ്യമായിട്ടുള്ള കോഡ് കേറ്റർ ചെയ്ത് ഉണ്ടാക്കണം. മിക്ക ഗെയിംസും ഈ ഒരു PS5 പ്രോ ഇറങ്ങിയ സമയത്ത് ഡെവലപ്പേഴ്സ് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ട്വീക്ക് ചെയ്തിട്ടുള്ള കുറച്ച് അപ്ഡേറ്റഡ് ഷെയ്ഡർ കോഡ്സ് ആണ് ഇട്ട് തന്നത്. അതുകൊണ്ടാണ് റേ ട്രേസിംഗിൽ വലിയൊരു ലീപ്സ് ഇൻ പെർഫോമൻസ് അറ്റ്ലീസ്റ്റ് ഗെയിമേഴ്സിന് കാണാൻ പറ്റാതിരുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിയോ, ഇനി ഇറങ്ങുന്ന ഓരോ ഗെയിംസിലും ഡെവലപ്പേഴ്സിന് ഓൾറെഡി അറിയാം ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഷെയ്ഡർ കോഡ് ആവശ്യമാണെന്നറിയാം. അതുകൊണ്ട് ഇനി ഇറങ്ങുന്ന ഗെയിംസിൽ നിങ്ങൾ നോക്ക്, അവിടെ ആ ഒരു റേ ട്രേസിംഗിലുള്ള വ്യത്യാസം PS5 പ്രോയിൽ ശരിക്കും മനസ്സിലാവും. അതിനുള്ള ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ അടുത്തിറങ്ങിയ ഗോസ്റ്റ് ഓഫ് യോർട്ടൈ എന്നും പറഞ്ഞ ഗെയിം. ഗോസ്റ്റ് ഓഫ് യോർട്ടൈ അതുപോലെ തന്നെ അസാസിൻസ് ക്രീഡ് ഷാഡോസും, ഈ 2 ഗെയിംസിന്റെയും ഷെയ്ഡർ കോഡ് ഫോർ PS5 പ്രോ, ഷെയ്ഡർ കോഡ് ടു ഹാൻഡിൽ റേ ട്രേസിംഗ്
അല്ലെങ്കിൽ ഷെയ്ഡർ കോഡ് ടു ഹാൻഡിൽ റേ ട്രേസിംഗ് സ്റ്റാക്ക് മാനേജ്മെന്റ്. ആ ഷെയ്ഡർ കോഡ്സ് നല്ല രീതിയിലാണ് ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി വിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് PS5ഉം PS5 Proയും തമ്മിൽ റേ ട്രേസിംഗിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ രണ്ട് ഗെയിം ഏതൊക്കെയാ? അസാസിൻസ് ക്രീഡ് ഷാഡോസും ഗോസ്റ്റ് ഓഫ് യോട്ടയും. അപ്പം നിങ്ങൾ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കമ്പാരിസൺ അതിൻ്റെ കൂടെ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് പിടികിട്ടും ഞാൻ ഈ പറയുന്ന റേ ട്രേസിംഗിലുള്ള വ്യത്യാസം. മാർക്ക് സെർണി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാക്ക് മാനേജ്മെന്റ് കൊണ്ടുവന്നപ്പം ഇവർക്കറിയാം ഷാഡോസ്, അതായത് നേരത്തെ പറഞ്ഞ ഫ്ലാറ്റ് റിഫ്ലക്ഷൻസ്, അതിന് നല്ലൊരു ഇൻക്രീസ് തിയററ്റിക്കലി ഇവർ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ആ ഒരു ഇൻക്രീസ് ഇവർക്ക് PS5 Proയിൽ വന്നപ്പോഴും കണ്ടു. പക്ഷേ ഇവർ തിയററ്റിക്കലി പ്രതീക്ഷിച്ചു ഏതാ ഈ പറഞ്ഞ ഡൈവേർജന്റ് കേസസിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന്. പക്ഷേ റിയൽ ലൈഫ് പെർഫോമൻസ് വന്നപ്പം അത് ഇവരുടെ പ്രതീക്ഷയിലും മേലെയായിരുന്നു. ആ ഒരു ഡൈവേർജന്റ് കേസസിന്റെ പ്രോസസ്സിംഗ് എന്നാണ് മാർക്ക് സെർണി പറഞ്ഞത്. അപ്പൊ മാർക്ക് സെർണി ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് ഡൈവേർജൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് പെർഫോമൻസ് ഇംപ്രൂവ് ആവുകയാണെന്നാണ് പറയുന്നത്. ശരിക്കും നടക്കേണ്ടത് എങ്ങനെയാ? ഡൈവേർജൻസ് കൂടുമ്പോൾ പെർഫോമൻസ് കുറയുക ചെയ്യേണ്ടത്. പക്ഷേ PS5 Proയിൽ ഈ പറഞ്ഞ സ്റ്റാക്ക് മാനേജ്മെന്റ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നത് കൊണ്ട് ഡൈവേർജൻസ് കൂടുന്തോറും പെർഫോമൻസ് കൂടി വരുന്നതായിട്ടാണ് ഇവർ റിയൽ ലൈഫ് ടെസ്റ്റിംഗിൽ കണ്ടത്.